ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ സർവൈവലിനോട് ആരംഭിക്കാം. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കാടിൻ്റെ ഇടയിലാണ്. ഗൈസ്, കുറേ മരങ്ങളുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് വുഡ് എടുക്കാം ഫ്രണ്ട്സ്. ഗൈസ്, അവിടെ എന്തോ ഇരിക്കുന്നു ഗൈസ്. നമുക്കത് പോയി എടുക്കാം. അതിനെ അങ്ങ് കൊല്ലാം ഗൈസ്. ഓ, പണിയായി. നമ്മൾ പന്നി എടുക്കാറില്ല. ഹായാമേ മുസ്ലിം. അതുകൊണ്ട് ഞാൻ മൈൻക്രാഫ്റ്റിൽ പന്നി എടുക്കാറില്ല. കോഴിയെ കൊന്നു ഗൈസ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഫെദറാണ് ഇരിക്കുന്നത്. അതിന് മുമ്പേ നമുക്ക് ഈ തടി അങ്ങ് എടുക്കാം തിരിച്ച്. നമുക്കിനി കുറച്ചും കൂടി വുഡ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. നമുക്ക് ഈ വുഡ് എടുക്കാം. ഇവിടെ ചരിഞ്ഞ് കിടക്കുന്നത് 3 വുഡ്. നമുക്കതെടുക്കാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി പോകണം. ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി ഒരു റിസ്ക് എടുക്കണം. ഇതൊന്ന് കടക്കണം, ഈ വെള്ളം ഒന്ന് കടക്കണം. നമ്മൾ ആ കടമ കഴിഞ്ഞു ഫ്രണ്ട്സ്. വീണ്ടും പന്നി. ഇതെന്തരുത് ഫ്രണ്ട്സ്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു ബീച്ച് പോലെ ഞാൻ കണ്ടു. നമുക്ക് കുറച്ച് അങ്ങോട്ട് ഫാസ്റ്റ് ആവാം. കുടുങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഏരിയ ഒന്ന് നോക്കി നോക്കാം ഫ്രണ്ട്സ്. നല്ലൊരു സ്ഥലം പോലെ ഉണ്ട്. 2 ആട് നിൽക്കുന്നു. ഒരു പേരാണെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. നമുക്ക് അതിനെ 2 അങ്ങ് തീർക്കാം. എന്നാ പിടിച്ചു. നീ ഫസ്റ്റ് എടുത്തോ. ചാവ്. അവിടെ നില്ല്. ചാവ്. ഗൈസ്, നമുക്ക് 2 എണ്ണം പോരാ. ഇനി 1 എണ്ണം കൂടി കിട്ടിയാലേ നമുക്ക് ബെഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നിനെ കൊന്നു. അപ്പോൾ അടുത്ത ഇതിനെ കൊല്ലണം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അതിപ്പം ചാവും. നല്ല അടി കിട്ടി അതിന്. ഫ്രണ്ട്സ്, ഒരാളിവിടെ ഉണ്ട്. നമ്മൾ സൂക്ഷിക്കാൻ. കണ്ടോ ഫ്രണ്ട്സ്? നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്? ഒരു സൈഡിൽ ഇപ്പോൾ ഒരാൾ നിന്ന് ആൾ പോയി ഫ്രണ്ട്സ്. ഒരു മണ്ടയിലൊരു കൗ നിൽക്കണം. നമുക്ക് ഇതിനെ അങ്ങ് കൊല്ലാം. ഫ്രണ്ട്സ്, ചാവ് ഫ്രണ്ട്സ്. നമ്മൾ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം പണി പോലെ വുഡ് എടുത്ത് അവിടെ വെച്ച് വീണ്ടും വെച്ച് 2 വുഡ് പോയി ഫ്രണ്ട്സ്. ഇനി 2 എണ്ണം കൂടിയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ വുഡ് അങ്ങ് വെട്ടിക്കളയാം. നമുക്ക് ഒരു ബെറ്റർ പ്ലേസ് കണ്ടുപിടിക്കണം ഫ്രണ്ട്സ്. നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ മല കയറിയ മലയുടെ മണ്ടേ വയ്ക്കാം. ഫ്രണ്ട്സ്, ഒരു ബീച്ച് ഏരിയ ഉണ്ട്. അവിടെ അതിൻ്റെ സൈഡിൽ വയ്ക്കാം ഫ്രണ്ട്സ്. ടർട്ടിൽ കൊള്ളാം ഫ്രണ്ട്സ്. 1 എണ്ണം കൂടി ഉണ്ട്. പേരാണെന്ന് തോന്നുന്നു ഇതും ഫ്രണ്ട്സ്. നമുക്ക് ഇവിടെ ആയിട്ടങ്ങ് വയ്ക്കാം. നമുക്കിനി ആവശ്യമുണ്ട് സോഡും ആവശ്യമുണ്ട്, ആക്സും ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഈ ഹാർഡ് റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചും കൂടി വുഡ് ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് പറ്റുമോ നോക്കാം ഫ്രണ്ട്സ്. നമുക്ക് കുറച്ച് വുഡ് എടുക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവിടെ വുഡുണ്ട്. എൻ്റെ കയ്യിലിപ്പം ആകെ 3 വുഡേ ഉള്ളൂ ഫ്രണ്ട്സ്. 3 വുഡ്. നമുക്ക് വുഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിന്ന് സോഡ് ഉണ്ടാക്കണം. എന്നിട്ട് വീണ്ടും റോക്ക് എടുക്കണം. വീണ്ടും റോക്ക് പൊട്ടിക്കണം. എന്നിട്ട് റോക്കും വുഡ് മിക്സ്ഡ് ആക്സ് ഉണ്ടാക്കണം. അതാണ് നമുക്കിനി ആവശ്യം. നമുക്ക് ഇനിയും വുഡ് ആവശ്യമുണ്ട്.
നമ്മൾ വുഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമുക്ക് ഈ മുകളിലാണ് കട്ട പോലത്തെ സാധനം വുഡ് വെച്ച് 40 ഉണ്ടാക്കാം ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സോഡാണ് ആവശ്യം ഫ്രണ്ട്സ്. സോഡ് വന്നു ഫ്രണ്ട്സ്. കമോൺ ഫ്രണ്ട്സ്, സോഡ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള സ്റ്റിക്ക് ഫ്രണ്ട്സ്. നമുക്കിനി ബാക്കിയൊക്കെ കുഴിക്കണം. ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് നമുക്കിനി സ്റ്റിക്ക് വെച്ചത് കുറേ നേരം ഇത് വെട്ടണം. ഫ്രണ്ട്സ്, നമുക്കിനി കുറച്ചും കൂടി ബാക്കിലോട്ട് പോകണം. നമുക്കിനി ആക്സ് ഉണ്ടാക്കണം ഫ്രണ്ട്സ്. നമ്മൾ ആവശ്യത്തിനുള്ള തടിയുണ്ട് നമ്മളെ കയ്യിൽ, വെച്ചാൽ വുഡുണ്ട് നമ്മളെ കയ്യിൽ. നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് നമുക്ക് കിട്ടിയില്ല, വിഷമമൊന്നുമില്ല. നമുക്ക് സോഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം ഫ്രണ്ട്സ്. സോഡ് സെർച്ച് ചെയ്യാനും പറ്റുമോ എന്തോ ഫ്രണ്ട്സ്. ആക്സ് സെർച്ച് ചെയ്തിട്ട് വന്നത് മീൻ പിടിക്കുന്നത്, ക്യാരറ്റ്. നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, 56 സ്റ്റിക്ക് ഇപ്പം നമ്മളതിനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് സോഡ ഉണ്ടാക്കാം. സ്റ്റിക്ക് ആവശ്യത്തിലധികമുണ്ട്. നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ 3 വേണം കണ്ടോ ഫ്രണ്ട്സ്. നമുക്ക് 1 ഇല്ലാത്തത്. പെയിൻറ്റിങ് ഉണ്ട് നമ്മളതിൽ. സോഡ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി. വുഡൻ ആക്സിനും കിട്ടി, വുഡ് ആക്സും കിട്ടി ഫ്രണ്ട്സ്. നമുക്കിനിയാണ് നമുക്ക് ബാക്കി സൈഡൊക്കെ കുഴിക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ആവശ്യമുള്ള കിച്ചണൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതൊക്കെ അടുത്ത എപ്പിസോഡിലൊക്കെ വരുന്നതായിരിക്കും ഫ്രണ്ട്സ്. അതിനു മുമ്പേ നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം, ഈ റൂം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള റോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാനുള്ളതൊക്കെ എടുക്കാനുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് വുഡൻ പിക്കാക്സും സോഡും എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി വുഡ് എടുക്കാം ഫ്രണ്ട്സ്. കുറച്ചും കൂടി വുഡ് ഇതെടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ റോക്ക് മിക്സ്ഡ് വുഡ് പിക്കാക്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫിനിഷ് ആവും ഫ്രണ്ട്സ്. അവിടെ ഒരു ഷീപ്പ് നിൽപ്പുണ്ട് ഫ്രണ്ട്സ്. ശരി, അത് വേണ്ട, അല്ലെങ്കിൽ അതിനെ കൊല്ലണ്ട. നമുക്ക് ആദ്യം നമ്മൾ ഈ പണി തീർക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മരത്തിൻ്റെ നമ്മൾ വുഡ് മൊത്തം കളക്ട് ചെയ്തു ഫ്രണ്ട്സ്. ഏകദേശം സന്ധ്യ ആയി. ആട് എവിടെ പോയാന്തോ ഫ്രണ്ട്സ്. ഒരു വെട്ടിൽ നമ്മൾ കോഴിയെ കൊന്നു ഫ്രണ്ട്സ്. സന്ധ്യ ആവാറായി. നമുക്ക് നേരെ നമ്മൾ റൂമിലോട്ടൊന്ന് പോവാം ഫ്രണ്ട്സ്.
നേരത്തെ 2 ടർട്ടിലുണ്ടായിരുന്നു പേർ, അതിപ്പോൾ കാണുമല്ലോ. ടർട്ടിലിന് ഇത്ര സ്പീഡ് കൂടുതൽ. ഫ്രണ്ട്സ് ആ ബാക്കിലുണ്ട്, നമുക്കിത് നോക്കാൻ വയ്യ. നമുക്ക് നമ്മളെ റൂമിൽ പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ബൈ.